ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായില്ലേ, ഞാൻ ഒരാഴ്ച കൂടുതലായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. മോളും ഫാമിലിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ വരാനുള്ള ഒരുക്കവും വന്നതിന് ശേഷമുള്ള കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് കേട്ടോ. മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ ഇടാനൊന്നും പറ്റില്ല. പല കാര്യങ്ങളും പല ജോലികളും പല ജോലി തിരക്കൊക്കെ അല്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടാതിരുന്നത് ഇത്രയും നാളും. വരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ വരാനുള്ള ഒരുക്കം തുടങ്ങും. പിന്നെ വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളും പിന്നെ പോകുന്നത് വരെ തിരക്ക് തന്നെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീഡിയോ ഇടാനൊന്നും ഒക്കെ എടുക്കാനും പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. പിന്നെ ഞാൻ പനീർ കൊണ്ടൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഷാഹി പനീർ. എന്നും നമ്മൾ മാമ്പഴ പുളിശ്ശേരിയും മാമ്പഴ കൂട്ടാനും മാങ്ങക്കറിയും ഒക്കെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നല്ല ടേസ്റ്റിയായ ഒരു പനീർ കൊണ്ടൊരു ഷാഹി പനീരാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടായപ്പോൾ അതിലേക്ക് 2 സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. സൺഫ്ലവർ ഓയിൽ ചൂടായപ്പോൾ അതിലേക്ക് 1 സ്പൂണ് ജീരകം ഇട്ട് കൊടുത്തു. ആ ജീരകം ഒന്ന് പൊട്ടി വന്നപ്പോൾ ഒരു വലിയ സബോള ചെറുതായി അരിഞ്ഞ് അത് ചേർത്ത് കൊടുത്തു. ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. അപ്പോൾ മൂപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമുക്കൊന്ന് വഴറ്റിയെടുത്താൽ മതി, ഒന്ന് വേവിച്ചെടുത്താൽ മതി. സവോള പകുതി ഒന്ന് വഴറ്റാൻ തുടങ്ങിയപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് അതും ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടിട്ട് മൂപ്പിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. എന്നാൽ എല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടി പിടിക്കാണ്ട് നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെയൊക്കെ നമുക്കൊന്ന് ഇളക്കി നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അതിനുവേണ്ടി ആദ്യമായിട്ട് 1 സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു 1 1/2 ടീസ്പൂണ് മുളക് പൊടി. മുളക് പൊടിയും കൂടി ചേർത്ത് ആ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയിടാം. അതിനുശേഷം ഒരു 3 4 തക്കാളി, നല്ലപോലെ പഴുത്ത തക്കാളി നല്ലപോലെ കഴുകി തുടച്ച് ഓരോന്നും ഈ 2 കഷ്ണമാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ തക്കാളി നമുക്ക് ഇതിൽ കൂടെ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി തക്കാളി നമുക്കൊന്ന് ഇങ്ങനെ മലർത്തി വയ്ക്കാം. അടിഭാഗം തൊലി അടിയിൽ വരുന്ന മാതിരി നമുക്ക് തക്കാളി ഓരോന്നും ഇങ്ങനെ പരത്തി വയ്ക്കാം. അപ്പോൾ ആ തൊലി നല്ലപോലെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് തൊലിയുടെ ഭാഗം അടിയിലേക്ക് വയ്ക്കുന്നത്. നല്ലപോലെ ആ തൊലി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ആ തൊലി അതിൽ നിന്നും മാറ്റിയെടുക്കാം. അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിക്കാം. തക്കാളിയൊക്കെ അടിഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നു കേട്ടോ. അപ്പോൾ നമുക്കതുകൊണ്ടൊരു ചിമിട്ട കൊണ്ട് നമുക്ക് ആ തൊലി അതിനെ മാറ്റിക്കളയാം. അതുകൊണ്ടാണ് ഞാൻ വലുതാക്കി ഇങ്ങനെ മുറിച്ചിട്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ചിമിട്ട കൊണ്ട് അതിൻ്റെ എല്ലാ തൊലികളും മൊത്തം നമുക്ക് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. പെട്ടെന്ന് കിട്ടി കേട്ടോ. അതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ തൊലി നമുക്കിങ്ങോട്ട് മാറ്റാം. പെട്ടെന്ന് കിട്ടുന്നുണ്ട് ആ തൊലി. ആ തൊലിയൊക്കെ എല്ലാം നല്ലപോലെയൊക്കെ മാറ്റിയെടുത്തു കേട്ടോ. അതിനുശേഷം ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. നമുക്കിനി അത് ചൂടാറിയിട്ട് നമുക്കത് അരച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്കത് ചൂടാറി അതിനുശേഷം നമുക്കതൊരു മിക്സഡ് ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സഡ് ജാറിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
അത് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ അതേ പാത്രം തന്നെ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ അരച്ച് കൊണ്ടുവന്ന ആ പേസ്റ്റ് ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ആ പേസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വീണ്ടും നല്ലപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഇതുവരെ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ടായില്ല. 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും ഇട്ടു, പഞ്ചസാരയും ചേർത്തു. ഇനി നമുക്ക് ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും കൂടിയും ചേർത്ത് വീണ്ടും എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ കറിക്ക്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ കറിയല്ലല്ലോ, നോർത്ത് ഇന്ത്യൻ കറിയല്ലേ. അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റും വ്യത്യാസങ്ങളൊക്കെ. ഇത് നല്ലപോലെ തിളച്ച് വേവാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് അതിൽ ഉപ്പും മുളകൊക്കെ പോരായുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കണം. പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ പനീർ, പാക്കറ്റ് പനീരാണ് കേട്ടോ. മിൽക്കി മിസ്റ്റ് പനീരാണ്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ പനീരാണ്. മിൽക്കി മിസ്റ്റിൻ്റെ ഒരു പാക്കറ്റ് പനീർ കഴുകി അതും കൂടി ചേർത്ത് കൊടുത്തു. ആ പനീർ നമുക്ക് ഈ മസാലയിൽ കിടന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 1 മിനിറ്റ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. മസാലയിൽ കിടന്ന് പനീരൊക്കെ നല്ലപോലെ തിളച്ച് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. ഇപ്പോൾ കസൂരി മേത്തി ഞാൻ ഇടാൻ മറന്നിട്ടാണ്. കസൂരി മേത്തി ഉണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കി പൊടിച്ചിടാം. അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ ഇടാൻ മറന്നുപോയി. അതിനുശേഷം നമുക്ക് കുറച്ച് ഫ്രഷ് മിൽക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. അമൂലിൻ്റെ മിൽക്ക് ക്രീമാണ് കേട്ടോ. ഫ്രഷ് മിൽക്ക് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ മിൽക്ക് ക്രീമും കൂടി ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഷാഹി പനീർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.